ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. വരുണിനെ പറ്റിച്ച് 25 കോടി രൂപയായിട്ട് മുത്തശ്ശിയും തൻ്റെ കൊച്ചുമോളുടെ സിനിമ പിടിക്കാൻ ഇറങ്ങി. മിക്കവാറും പൊട്ടി പാളീസായ ലക്ഷണത്തിലാണ്. ഇപ്പോൾ പണം പലിശയ്ക്കെടുക്കുവാണ് മുത്തശ്ശിയും കൊച്ചുമോളും. പലിശയ്ക്ക് പണം കൊടുക്കാൻ വന്ന ആൾ കുറേ ഡോക്യുമെൻറ്റ്സിലെല്ലാം മുത്തശ്ശിയും കൊച്ചുമോളെയും കൊണ്ട് സൈനൊക്കെ ചെയ്യിക്കുന്നുണ്ട്. ഇതോടെ രണ്ടുപേരുടെയും പണി തീരുന്ന ലക്ഷണമുണ്ട്. ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ചെയ്തേക്കാം. അല്ല, പണമായിട്ടാണെങ്കിൽ താണ്ടി കൂടെ നിൽക്കുന്ന ആളിനെ വിട്ടാൽ മതി, ഉടനെ തന്നെ കൊടുത്തു വിട്ടേക്കാം. 2 രീതിയിലും വേണം സാർ എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ സിനിമ ഗംഭീര വിജയമാകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അറിയാം ഈ സിനിമ പുറത്ത് കാണത്തതുമില്ല, പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്ന്. തുടർന്ന് നമുക്ക് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുകുമാരി ഒരു കളിയാക്കൽ. അയാൾ പറഞ്ഞു കേട്ടില്ല, ഇനിയും സഹകരിക്കണം. എന്തിന്? പടത്തിന് പൈസ കിട്ടിയ അതങ്ങ് കൊടുത്തു തീർത്താ പോരെ. പിന്നെ ഇവന്റെ ആവശ്യം നമുക്കെന്താ? ഓരോ കൊള്ളപ്പലിശക്കാർ ഇറങ്ങിയേക്കുക. അയ്യോ മേഡം, സിനിമയിൽ ഇതുപോലെ പലിശ രീതികളൊക്കെ കാണും. അതിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാനും പറ്റില്ല. ആശ നമ്മുടെ കയ്യിലോട്ട് വരട്ടടോ. പിന്നെ ഇയാൾ ചെയ്യുന്ന ഈ പണി എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? മുത്തശ്ശി പറഞ്ഞതാ ശരി. ഒരു പടം ഒന്ന് കൊളുത്തി കിട്ടിയാൽ മതി. അയാളെപ്പോലാകാൻ നമുക്കും പറ്റും. ചക്കയ്ക്കൊത്ത ചങ്കരന്നെ പറഞ്ഞ പോലെ യാതൊരു വിവരവും ബോധമില്ലാത്ത ഈ മുത്തശ്ശിക്ക് പറ്റിയ ഒരു കൊച്ചുമോള് തന്നെ. സിനിമ ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് എഴുതി ചേർക്കാനുണ്ടടി മോളെ. അതിനുവേണ്ടിയല്ലയോ നീ ഞാനും കൂടെ ഇറങ്ങി വന്നിരിക്കുന്നത്? അതെ, സിനിമ എന്തെന്നോ സിനിമാ ലോകം എന്തെന്നോ അറിയാതെ രണ്ടും വന്ന് എടുത്തു ചാടിയിട്ട് പറയുന്ന കേട്ടില്ലേ? ഈ സമയം നമ്മുടെ ജയഭാരതി മുത്തശ്ശിക്ക് ട്രിപ്പൊക്കെ കൊടുത്തിട്ടിരിക്കുക. വരുൺ അടുത്ത് തന്നെ നിൽക്കുക. ബോധമില്ലാതെ കിടക്കുന്ന മുത്തശ്ശിയുടെ ആ കിടപ്പ് വരുണിന് തീരെ സഹിക്കുന്നില്ല. സങ്കടം കൊണ്ട് അവനിങ്ങനെ വിതുമ്പുക. പോരാത്തിന് കൂടുതൽ ദേഷ്യമുണ്ട്. ചന്ദ്രശേഖരൻ മുത്തശ്ശിയെ കൊല്ലാൻ ശ്രമിച്ചല്ലോ എന്ന് അറിഞ്ഞത് കേട്ട്. ഇന്റർവ്യൂ കഴിഞ്ഞു കാണത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ വരുണെ ഞാനപ്പോൾ വിളിക്കാതിരുന്നത്. രാധിക പറയുക. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു രാധികയെ, നാളെ അതിന്റെ റിസൾട്ട് വരത്തുള്ളൂ. പത്മിനിയും ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുക. വരുൺ ചോദിക്കുക, മുത്തശ്ശിയെ ഉപദ്രവിക്കാൻ കൈ ഓങ്ങി അയാളുടെ കൈ വെട്ടുകയല്ലേ ചെയ്യേണ്ടത്? മോനെ, ഇതിന്റെ പേരിൽ നീ അവനോട് ബഹളത്തിനൊന്നും നിൽക്കണ്ട. ഇല്ല, ഞാൻ ബഹളത്തിന് പോകുന്നില്ല. നമുക്ക് പോലീസിനെ വിളിക്കാലോ. മോനാണെന്ന് കരുതി അമ്മയെ തല്ലിച്ചതയ്ക്കാനുള്ള അധികാരമുണ്ടോ? മുത്തശ്ശ ഈ അവസ്ഥയിലാക്കിയിട്ട് അയാൾ ജീവിതം ആഘോഷിച്ചോണ്ടിരിക്കുക അവന്റെ സാറയോടൊപ്പം. മോനെ, മുത്തശ്ശി ഒന്ന് കണ്ണ് തുറക്കട്ടെ. മുത്തശ്ശിയോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛനെ ഫോണിൽ കിട്ടിയ അച്ഛൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് മതി. അല്ലാതെ മോൻ ഒന്നിനും നിൽക്കണ്ട. ഡോക്ടർ വന്ന് പരിശോധിക്കുന്ന, അമ്മയെ കണ്ണു തുറക്ക് എന്നൊക്കെ പറയുമ്പോൾ ദാണ്ടത് ജയഭാരതി അമ്മ കണ്ണു തുറക്കുന്നു. മുത്തശ്ശിന്ന് വരുൺ വിളിക്കുമ്പോൾ മോനേന്നും പറഞ്ഞ് എഴുന്നേക്കാൻ ശ്രമിക്കുവാണ്. അയ്യോ വേണ്ട, എൻ്റെ മുത്തശ്ശി എഴുന്നേക്കണ്ട, കിടന്നോ. വരുണിനെ കണ്ടതും സകല സങ്കടവും കൂടെ വെളിയിൽ വന്ന് മുത്തശ്ശി അങ്ങ് കരയുക. രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി കരയല്ലേ, മുത്തശ്ശിയെ കരയിപ്പിക്കരുതെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞതാ. എന്നെ കരയിപ്പിക്കാൻ എൻ്റെ മക്കളുണ്ടെന്ന് ഡോക്ടർക്ക് അറിയില്ലല്ലോ. മോനെ വരുണേ, നിന്റെ ചെറിയച്ഛൻ എന്നെ കൊല്ലുന്നത് തന്നെയായിരുന്നു നല്ലത്. ഞാൻ അവന്റെ നേരെ കത്തിയെടുത്തതാ. നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച അവനെ കൊല്ലണം തന്നെയാ ഞാൻ കരുതിയത്. പക്ഷെ കത്തി എന്റെ കയ്യിലിരുന്ന് വിറച്ചു. ജനിച്ച അന്നു മുതൽ അവൻ കാട്ടിയ കുസൃതികളൊക്കെ ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ അവന് കൊടുത്ത സ്നേഹത്തെക്കുറിച്ച് ഓർത്ത്. അപ്പോഴെന്റെ കൈ വിറച്ച് എന്റെ കയ്യിലിരുന്ന കത്തി അങ്ങ് താഴെ വീണു. പക്ഷെ അവൻ ആ പ്രശ്നം ഒന്നും ഉണ്ടായില്ല. അവനിപ്പോ രാജാവല്ലേ, അവന് മറ്റാരെയും മനസ്സിലാകില്ല. അമ്മ കരയാതെ പോട്ടമ്മേ. ഒരു സിസ്റ്റർ വന്ന് പറയുന്നു, ഡോക്ടർ വിളിക്കുന്നു. അപ്പൊ അത് കേട്ടിട്ട് ജയഭാരതി അമ്മ പറയുക, ഡോക്ടർ എന്നെ ടെസ്റ്റ് ചെയ്തിട്ടേ വലിയ പരിശോധനയുടെ വല്ല ലിസ്റ്റ് പറയുവാണെങ്കിൽ അത് തന്നെ അങ്ങ് മറന്നേരെ. എന്നെയും കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. വരുണൻ രാധിക അങ്ങനെ ഡോക്ടറെ കാണാൻ പോവുക. എന്താ ഡോക്ടറെ വരാൻ പറഞ്ഞത്? 1-2 ടെസ്റ്റ് കൂടെ ഉണ്ട്, പിന്നെ സ്കാനിങ്ങും. അത് ഇന്ന് തന്നെ ചെയ്യണം. അതിനെന്താ ചെയ്യാൻ ഡോക്ടറെ? ടെസ്റ്റുകളിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പോലീസ് കേസിൽ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? അത് വീട്ടിൽ നടന്നൊരു പ്രശ്നമല്ലേ ഡോക്ടറെ? എന്നാലേ ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായി ചോദിക്കണമെന്ന് പറയുന്ന ഒരാളാ ഞാൻ. പിന്നെ ഞാനെന്ത് പറയാനാ? നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്. വരുൺ, എത്ര രൂപ ആകുമായിരിക്കും? എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുള്ളു. സ്കാനിങ്ങും ടെസ്റ്റും എല്ലാം കൂടെ ചേർത്തൊരു 10-20,000 രൂപയെങ്കിലും ആകുമോ? നമ്മളിപ്പോൾ ആരോടാ ഒന്ന് ചോദിക്കുന്നത്? പത്മിനി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ മോനെ ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നുമില്ലമ്മേ, 1-2 ടെസ്റ്റും സ്കാനിങ്ങും കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാശില്ലേ മോനെ? അമ്മയുടെ ചികിത്സയ്ക്ക് 10-30,000 രൂപ എടുക്കാനില്ലാത്ത ഒരവസ്ഥ. ചന്ദ്രശേഖരൻ ഉദ്ദേശിച്ചത് നടന്നു എന്നുള്ളതിന് വേറെ ഇനി എന്ത് തെളിവാ വേണ്ടത്? എൻ്റെ കഴുത്തിൽ കിടന്ന അവസാനമായ ഒരു മാലയുണ്ടായിരുന്നു. അത് അച്ഛൻ്റെ ചികിത്സയ്ക്കായി അതും വിറ്റു. ഇതിപ്പോൾ അമ്മയുടെ കഴുത്തേ കിടക്കുന്ന മുക്കുപണ്ടമല്ലേ. ഇനി നമ്മൾ എന്തു ചെയ്യും? സൂര്യയെ വിളിച്ചാലും പ്രയോജനമൊന്നുമില്ല. അവൻ്റെ കയ്യിൽ ഒന്നും കാണില്ല. അമ്മ വിഷമിക്കാതെ മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ല്. ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സുകളെ വിളിച്ചൊന്ന് നോക്കട്ടെ. അമ്മയെ കരയല്ലേ. അമ്മ കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെന്നാൽ മുത്തശ്ശിക്ക് മനസ്സിലാവും
മുത്തശ്ശിയെ നോക്കാൻ കാശില്ലാതെ നമ്മൾ വിഷമിക്കുവാണെന്ന് മുത്തശ്ശി മനസ്സിലാക്കും. മുത്തശ്ശി ഇതൊന്നും ഒരിക്കലും അറിയാൻ പാടില്ല. അമ്മ കണ്ണു തുടച്ചിട്ട് അങ്ങോട്ട് ചെല്ല്. ഇനി നാണക്കേട് ഓർത്തിട്ട് കാര്യമില്ല, ആരോടെങ്കിലും ചോദിക്കട്ടെ എന്നും പറഞ്ഞ് വരുൺ അവൻ്റെ ഫ്രണ്ട്സുകളെ പലരെയും വിളിക്കുമ്പം തന്നെ അവരൊക്കെ ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. വരുണിൻ്റെ ആ അവസ്ഥ കണ്ട് രാധികയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം ഒരു പരീക്ഷണം പോലെ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു ചെറുക്കനെ വിളിക്കുന്നുണ്ട്. അവൻ ഫോൺ എടുത്ത് നീ ഇപ്പം സിറ്റിയിലുണ്ടോ എന്നിങ്ങനെ വരുൺ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഞാനൊരു യാത്രയില്ല. എന്ത് പറ്റി? ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. ഞാൻ മുത്തശ്ശിയെ കൊണ്ട് ഹോസ്പിറ്റലാണ്, ട്രീറ്റ്മെൻറ്റിലാണ്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. എൻ്റെ കയ്യിൽ പൈസ കുറച്ച് കുറവാണ്. നിനക്കൊരു 25,000 രൂപ എനിക്ക് അയച്ചു തരാൻ പറ്റുമോ? എൻ്റെ വരുണേ, ഇതിപ്പോൾ ഇങ്ങനൊരു സംവിധാനം വന്നപ്പോൾ എല്ലാവർക്കും കാശിന് ആവശ്യമാണ്. എല്ലാവരും നീ പറയുന്ന അതേ കാരണം ആരെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നിൽക്കുന്നതായിരിക്കും. ഇന്നിപ്പോഴിത് 3ാമത്തെ കോള. ആദ്യത്തെ ഒരാൾക്ക് ഞാൻ കൊടുത്തു. അതിൽ കൂടുതൽ എങ്ങനെയാടാ വരണേ? പ്രിൻസേ, ഞാൻ നിനക്ക് തിരിച്ചു തരാം. നീ തിരിച്ചു തരുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പോഴെൻ്റെ കയ്യിൽ വേണ്ടേടാ. മൊത്തത്തിൽ ആകെ ടൈറ്റാടാ. നീ ഒരു കാര്യം ചെയ്യ്, വേറെ ആരെങ്കിലും ഒന്ന് വിളിക്കേ. ഇവന്മാരെയൊക്കെ എത്രത്തോളം സഹായിച്ചിട്ടുള്ളതായിരുന്നു വരുൺ. ഒരാപത്ത് വന്നപ്പോൾ വരുണിനെ സഹായിക്കാൻ ആരുമില്ല. അമ്മ ഹോസ്പിറ്റലിലാണ്, അച്ഛൻ ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ തടി തപ്പാറുണ്ട്. അവനും എന്നെ ആ കൂട്ടത്തിലാണ് കണ്ടത്. കരഞ്ഞോണ്ട് രാധിക പറയാം, ഇനി ആരെയും വിളിക്കല്ലേ വരുൺ. എന്തിനാ ഇങ്ങനെ വെറുതെ നാണം കിടുന്നത്? ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ പത്മിനി വന്നിട്ട് മോനെ മുത്തശ്ശി വിളിക്ക്, നിങ്ങളിങ്ങോട്ട് വന്നേ. എന്താ മുത്തശ്ശി, എന്തിനാ നിങ്ങൾ രണ്ടുപേരും അവിടെ മാറി നിൽക്കുന്നത്? എൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയൊന്നും വേണ്ടാന്ന് ഡോക്ടറെങ്ങാനും പറഞ്ഞോ? എൻ്റെ മുത്തശ്ശി, അത്തരം തമാശകളൊക്കെ പറഞ്ഞാൽ ഈ കൊച്ചുമോന് മനസ്സിലാകില്ലെന്ന് അറിയില്ലേ മുത്തശ്ശിക്ക്? മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വരുൺ അത് സഹിക്കുവോ? അതൊക്കെ പോട്ടെ മോനെ, ഡോക്ടർ എന്തു പറഞ്ഞു? നമുക്ക് പോകാമെന്ന് പറഞ്ഞോ? ഇല്ല മുത്തശ്ശി, 1-2 ടെസ്റ്റ് കൂടിയുണ്ട്. മോനെ, എനിക്ക് ആ ഡോക്ടറെ തീരെ പിടിച്ചില്ല. അവർ പറഞ്ഞൊന്നും അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ നീ നോക്കണ്ട. നമുക്ക് തൽക്കാലം ഇവിടുന്ന് പോകാം, എന്നിട്ട് വേറെ ഏതെങ്കിലും ഡോക്ടറെ ചെന്ന് കാണാം. അവർ പറയുവാണെങ്കിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. പത്മിനി ഉടനെ പറയാം, അമ്മേ അങ്ങനെയല്ല, ഈ ഡോക്ടറെക്കുറിച്ച് നല്ല അഭിപ്രായം. അതൊക്കെ പണ്ടായിരിക്കും. ഇതൊക്കെ ജയഭാരതി അമ്മയുടെ ഒരു അടവാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ മുത്തശ്ശി, വേറെ ഇപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റില്ല. ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തേ പറ്റൂ. എൻ്റെ മോനെ, നിങ്ങൾ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നത് പൈസയുടെ കാര്യമാണെന്ന് എനിക്കറിയാം. എൻ്റെ അടുത്ത് മറയ്ക്കാൻ നോക്കുവാണോ നിങ്ങൾ? എനിക്ക് വേണ്ടി എന്തിനാ മോനെ ഇനി പൈസ ചെലവാക്കുന്നത്? എനിക്കിനി അധിക സമയമൊന്നുമില്ല. ഒരു പോക്ക് അങ്ങോട്ട് പോകണം, അത്ര തന്നേ ഉള്ളു. മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തെങ്കിലും വന്നാൽ ഉടനെ ഇതാ, പിന്നെ അങ്ങ് മരണത്തെക്കുറിച്ചാണ് എല്ലാവരുടെയും സംസാരം. പത്മിനി, നീയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇപ്പോൾ ഈ കാശിന് കിടന്ന് ഓടണ്ട. അങ്ങനെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശാവുമ്പോൾ നിങ്ങൾ പറ. വരുൺ പറയാ, മുത്തശ്ശി പ്ലീസ്, മുത്തശ്ശി പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. പൈസ ഞാൻ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചോളാം. രാധിക പറയാം, അമ്മേ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അത് കേട്ടിട്ട് ജയഭാരതിയമ്മ, മോളെ നീ വെറുതെ വീട്ടിൽ ചെന്ന് ഈ കാര്യമൊന്നും പറയല്ലേ. പാവം ആ തിരുമേനി അതിന് കടന്ന് എല്ലായിടവും കടന്ന് ഓടും. പിന്നെ പൈസയൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം മുത്തശ്ശി. രാധിക അവിടെ നില്ല്, എന്നാൽ ഞാനും വരാം എന്നും പറഞ്ഞ് വരുണും കൂടെ പോവുക. അമ്മേ, മുത്തശ്ശി പറയുന്നത് കേട്ട് ഡോക്ടറോടൊന്നും സംസാരിക്കാനൊന്നും അമ്മ നിൽക്കല്ലേ. എത്ര പറഞ്ഞാലും വരുണും രാധികയും കേൾക്കുന്നില്ലല്ലോ പത്മിനി. ഇനി എവിടേക്കായി കുഞ്ഞുങ്ങൾ ഓടാൻ പോകുന്നത്? ആ വീണ വീഴ്ചയിൽ അങ്ങ് തീർന്നാൽ മതിയാൽ. പത്മിനി കരഞ്ഞോണ്ട് ചോദിക്കും, അമ്മ വീണ്ടും തുടങ്ങുവാണോ ഇങ്ങനെയൊക്കെ? വരുൺ രാധികയോട് ചോദിക്കുന്നു, എന്ത് ചെയ്യും നമ്മളിനി? 2-3 ചേച്ചിമാരോട് ഞാൻ ചോദിച്ചോളാം. വരുൺ വരണ്ട, അവരൊക്കെ പാവത്തുങ്ങളാ. അതുകൊണ്ട് കാശ് കയ്യിൽ വെച്ചിട്ട് അവരില്ലെന്ന് എന്തുവായാലും പറയില്ല. നേരെ മറിച്ച രാധിക എൻ്റെ കാര്യം. വലിയ വലിയ സമ്പന്നന്മാർ വീണുവെന്ന് അറിഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ, അയാളെ പിന്നെ ഒരു പകർച്ചവ്യാധി വന്ന ആളിനെ പോലെയാ കാണുന്നത്. പലപ്പോഴും തള്ളിപ്പറയുന്നത് നമ്മളെ കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായിട്ടുള്ള ആൾ തന്നെ ആയിരിക്കും. ഈ പണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും അങ്ങനെയാ വരണേ. ആ സമയത്ത് യശോദാമ്മ വിളിക്കുന്നുണ്ട് രാധിക. മോളെ, മുത്തശ്ശിക്കിപ്പോൾ എങ്ങനെയുണ്ട്? മുത്തശ്ശിക്ക് കുഴപ്പമില്ലമ്മേ, വരുണും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ടമ്മേ. അതെന്താ മോളിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? അത് മുത്തശ്ശിക്ക് 2-3 ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടമ്മേ. ഞങ്ങളുടെ കയ്യിൽ കാശ് കുറവാണ്. നമ്മുടെ രാധാമണി ചേച്ചിയില്ലേ അമ്മ കുറിവയ്ക്കുന്നത്, അവരോട് ചോദിച്ചാൽ കുറച്ച് കാശ് കിട്ടുമോ? അയ്യോ, രാധാമണിയോട് ചോദിക്കണ്ട മോളെ. അവിടെ കൊച്ചിന് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ മുഴുക്കെ അവൾ ഓട്ടത്തിലായിരുന്നു. പിന്നിപ്പോൾ കാശ് ചോദിക്കാമെന്ന് വെച്ചാൽ വേണിയുണ്ട്. അവളോട് പിന്നെ ചരിത്രം മുഴുക്ക പറയേണ്ടി വരും. മോളൊരു കാര്യം ചെയ്യും, നേരെ ഇങ്ങോട്ട് പോരെ. കാശിനുള്ള മാർഗമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയമ്മേ? നിനക്കിപ്പോൾ കാശ് കിട്ടിയാൽ പോരെ? നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അമ്മ എന്താ രാധികയെ പറഞ്ഞേ? അമ്മ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ. കാശ് അമ്മ എങ്ങനെയെങ്കിലും ഇടപാടാക്കാവുന്നു. അമ്മയെന്ന് വിളിച്ച് രാധികയും വരണു അങ്ങോട്ട് വരിക. അപ്പം നമ്മുടെ യശോദ പറയുന്നുണ്ട്, മോളെ ആ അമ്പലത്തിൻ്റെ അടുത്തൊരു ഫൈനാൻസ് കടയില്ലേ, അവിടെ വരെ ഒന്ന് പോണം മോളെ, കാശിൻ്റെ കാര്യത്തിന്. അമ്മ അച്ഛനോട് പറഞ്ഞോ? അച്ഛൻ സംഘടിപ്പിച്ചതാണോ അത്? അച്ഛനോട് പറഞ്ഞിട്ടില്ല. മോളിത് കയ്യിൽ വെച്ചോ, ഇത് അവിടെ പണയം വെക്കാം. യശോദയുടെ കഴുത്തിൽ കിടന്ന താലിമാല ഊരിയിട്ട് യശോദ കഴുത്തിൽ ഒരു മഞ്ഞച്ചരടാണ് കെട്ടിയിരിക്കുന്നത്. രാധികയുടെ കയ്യിലോട്ട് ആ മാല വെച്ചു കൊടുത്തപ്പോൾ രാധിക ഇങ്ങനെ അതിശയത്തോടെ നോക്കുക. അമ്മേ, ഇത് അമ്മയുടെ താലിമാലയല്ലേ? താലി താണ്ട അമ്മയുടെ കഴുത്തിൽ ചരടി കിടപ്പുണ്ടല്ലോ.
പെട്ടെന്ന് ഇത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ നോക്ക്. അത് കണ്ടിട്ട് വരുൺ പറയും, രാധികെ അതങ്ങ് കൊടുത്തേ. എന്താ മോനെ അങ്ങനെ പറഞ്ഞത്? ഊരിത്തരുന്ന അമ്മയ്ക്കിത് വളരെ നിസാരമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും പറഞ്ഞ് വരുൺ സങ്കടത്തോടെ, താൻ ഇങ്ങോട്ട് വന്നേ, നമുക്ക് വേറെ എവിടെങ്കിലും നോക്കാം, എന്തെങ്കിലും മാർഗം ഉണ്ടാവുമോ? യശോദ ഉടനെ പറയും, മോനെ ഈ എന്തെങ്കിലും മാർഗം എന്ന് വെച്ചാൽ ആരോടെങ്കിലും കടം ചോദിക്കുന്നതല്ലേ? അപ്പോൾ ആ കൂട്ടത്തിൽ പോലും അമ്മ പെടില്ലേ മോനെ? എൻ്റെ ഭർത്താവേ, ഇവളുടെ അച്ഛനെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ഒരു ചരടില. ആ ചരടിനോ അതിന് പകരം വന്ന മാലയ്ക്കോ അല്ല മോനെ വില. അമ്മ അച്ഛന് കൊടുക്കുന്ന ബഹുമാനത്തിലും അച്ഛൻ അമ്മയ്ക്ക് തരുന്ന സ്നേഹത്തിലുമാണ്. ഈ താലിമാലയുടെ മഹത്വം എന്ന് പറയുന്നത് അതാണ്. മുത്തശ്ശി നിനക്ക് എത്രയ്ക്ക് പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. മുത്തശ്ശിയെ ചികിത്സിക്കാൻ പണമില്ലെന്നും പറഞ്ഞ് നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുമായിരിക്കും. കണിമംഗലം ജയഭാരതി ഈ പ്രായത്തിൽ അങ്ങനൊരു വിഷമം അറിയാൻ പാടുണ്ടോ? നിങ്ങൾ പറ. ദേവേട്ടൻ ഇവിടെ എപ്പോഴും പറയും, രാധികയുടെ ഭർത്താവായിട്ട് വന്നതല്ല വരുൺ, നീ പ്രസവിച്ച മകനായിട്ടേ നീ കാണാവൂ. അങ്ങനെയാവുമ്പോൾ എനിക്കൊരു ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അധികാരത്തോട് ഊരിക്കൊണ്ട് പോകേണ്ടതല്ലേ നീ? അമ്മ പിന്നെ ഇത് ആർക്കാ തരുന്നേ? നാളെ രാജാവിനെ പോലെ നടക്കാൻ പോകുന്ന ഒരാൾക്കാ. വരുണിന് സങ്കടം സഹിക്കാൻ വയ്യ അമ്മയെന്നും പറഞ്ഞ് യശോദയമ്മ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആ സ്നേഹത്തിൻ്റെ മുന്നിൽ വരുൺ തലകുനിച്ചിങ്ങനെ നിൽക്കുവാണ്. പണവും അധികാരവും ഉള്ളപ്പോൾ മാത്രമാണ് ബന്ധക്കാരും സ്വന്തക്കാരും കൂട്ടുകാരും എല്ലാം. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വരുണിൻ്റെ ജീവിതം കണ്ടോ, ഇതുപോലെ ആയിരിക്കും മറ്റുള്ളവരുടേതും. അതുമാത്രമല്ല, വരുൺ ചെയ്ത അബദ്ധം, കണ്ണടച്ചൊരുത്തനെ അങ്ങ് വിശ്വസിച്ചു. ആ ബെഞ്ചമിനെ വിശ്വസിച്ച് എല്ലാ കാര്യവും അവനെ ഏൽപ്പിച്ചു. അതിലുണ്ടായ പാകപ്പിഴയല്ലേ ഇതിനെല്ലാം കാരണം? കണിമംഗലം കയ്യിൽ നിന്ന് പോകാനും രാജകീയമായി ജീവിച്ചിരുന്ന ജയഭാരതിയമ്മയുടെ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാകാനും പത്മിനിയുടെയും പരമേശ്വരൻ്റെയൊക്കെ അവസ്ഥ ഇന്ന് കണ്ടോ? ഇതിനെല്ലാം കാരണക്കാരൻ ഒരർത്ഥത്തിൽ വരുൺ തന്നെയല്ലേ? എന്തായാലും ഇനിയെങ്കിലും വരുൺ എല്ലാം ആലോചിച്ച് കണ്ട് നടത്തും. ഇനിയൊരു അബദ്ധവും വരുണിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ചന്ദ്രശേഖരൻ കാണിച്ച ഈ അന്യായത്തിന് വരുൺ എങ്ങനെയായിരിക്കും ഇതിന് തിരിച്ചടി കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.